ഹലോ, ഞങ്ങൾ പെരിയാർ പോകാൻ റെഡിയായി ഗൈസ്. ഞങ്ങൾ പോയിട്ട് വരാമേ. പോകുമ്പോൾ വഴിയിലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കാം. ഒരാൾ റെഡിയായിട്ട് നിൽപ്പുണ്ട്. വണ്ടിക്ക് ഞങ്ങൾ മാന്നാർ വരെ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഇപ്പോഴേ ഉറക്കമൊക്കെ വരുന്നു. അവിടം വരെ ഓർക്കാൻ പോലും വയ്യ. വണ്ടി യാത്ര ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല. ഒരു 8:15 ആയപ്പോൾ ഓട്ടോ വന്ന് ഞങ്ങൾ ഓട്ടോ കയറി സ്റ്റോർ ജംഗ്ഷനിലെത്തി. അവിടെ നിന്ന് ഞങ്ങൾ ബസ്സിനാണ് പോയത്. അപ്പോഴത്തേക്ക് ഒരു 11:45 ആയപ്പോൾ ഞങ്ങൾ മുണ്ടൊക്കെ എത്തി. അപ്പോൾ ചേച്ചിയൊക്കെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയും മഹേഷേട്ടനും. അങ്ങനെ ആകെ വിശം കേട്ടു അവിടെ എത്തിയത് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ അപ്പം തന്നെ വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ കയറിയായിരുന്നേ. ഇത് ഒത്തിരി ചോറാണ്. ഞാനൊരു പൊതിച്ചോറാണ് ഓർഡർ ചെയ്തത്. കാരണം എനിക്ക് ചിക്കൻ അങ്ങ് വേണ്ടാന്ന് പറഞ്ഞത്. ഇങ്ങനെ തൊണ്ടയൊക്കെ അങ്ങ് ആകെ ബുദ്ധിമുട്ടായിരുന്നുകൊണ്ട്. പക്ഷേ പൊതിച്ചോറ് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഒരു 2 പേർക്ക് കഴിക്കാൻ അത്രയും ഉണ്ടായിരുന്നു. ചേച്ചി ഊണും മീനും ബിരിയാണി കഴിച്ചു. മഹേഷേട്ടൻ ഫിഷ് ബിരിയാണിയും കഴിച്ചു കേട്ടോ. അങ്ങനെ നല്ലൊരു ഊണായിരുന്നു. പൊതിച്ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത്രയൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞിട്ടും അതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പെരിയാറിന് പോകാനായിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മഹേഷേട്ടനും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു പെരിയാറിന് വരാനായിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ പെരിയാറെത്തിയപ്പോഴത്തേക്ക് അവിടെ വെച്ച് ഞങ്ങൾ അച്ഛനും സന്തോഷനും ആങ്ങളെയും നാത്തൂനൊക്കെ ഞങ്ങളൊക്കെ തടഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് അവിടെ കുറേ നേരമെല്ലാം ഞങ്ങളിരുന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ ചോറൊന്നും കഴിച്ചില്ല കേട്ടോ. ഞങ്ങൾ അവിടുന്ന് ചായ എല്ലാം കുടിച്ചു. അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കര ചൂടാകട്ടെ, ഒരു രക്ഷയില്ലായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ ശരിക്കും വണ്ടിയൊന്നും ഞാൻ എന്നിട്ട് ഇറങ്ങിയേ ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഞാൻ വണ്ടിക്കകത്ത് തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ കരിക്കും വെള്ളം കുറേ കുടിച്ചു. ഭയങ്കര ചൂടും ദാഹവും ഒക്കെ ആയതുകൊണ്ട് വെള്ളം നമ്മൾ ഏറെ കുടിച്ചേ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് വെയിലായിരുന്നു. അങ്ങനെ കുറേ കരിക്കും വെള്ളമൊക്കെ കുടിച്ചു. പിന്നെ അവിടുന്ന് പെരിയായിട്ട് ഞങ്ങൾ കുറേ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ കുറേ സ്ഥലങ്ങളിലെല്ലാം പോയി കാണാനും ഒക്കെ കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടാമെന്ന് ഞാൻ വെച്ചിട്ടാണ്. എല്ലാം കൂടി ഇങ്ങനെ ഒന്നിച്ചിടുവാണെങ്കിൽ കാണാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഒരുപാട് ലോങ് ആയിപ്പോൾ. അതുകൊണ്ട് ഷോർട്ടായിട്ട് ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. മീനോട്ടം നല്ല കരിക്കും വെള്ളം എല്ലാം കൊടുക്കുന്നത് സന്ധ്യയ്ക്ക് ഭാഗമുണ്ട്. എല്ലാ സ്ഥലത്തും ചേച്ചി ഇറങ്ങി എനിക്ക് എല്ലാം വാങ്ങിത്തരുന്നത്. അങ്ങനെ വണ്ടി കിടന്ന് ഉറങ്ങിപ്പോയി. ഉറങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വഴി കണ്ട ഒരു ഇങ്ങനെ തലേണയൊക്കെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് പോയിട്ട് 3-4 തലേണയൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. ഏതൊക്കെയാണ് പോകുമ്പോൾ ഇഷ്ടംപോലെ കഴിച്ച് ഛർദ്ദിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നന്നിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചു തന്നു. ഐസ്ക്രീം എല്ലാം കഴിച്ച് ഞങ്ങൾ കുമളിക്ക് പോയായിരുന്നേ. കുമളി തേക്കടിക്ക് അവിടെ പുഷ്പമേളയൊക്കെ കാണാനായിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ കുറേ സമയം അവിടെയൊക്കെ പോയി. അതിനുശേഷം രാത്രിക്ക് ഞങ്ങൾ തിരിച്ചു വന്നു. ആ വീഡിയോസൊന്നും ഞാൻ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. അതൊക്കെ ഞാൻ ഷോർട്ടായിട്ട് ഇടാമേ. അപ്പോൾ നിങ്ങൾക്ക് കാണാനും എളുപ്പമായിരിക്കും. അങ്ങനെ ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ കുട്ടിക്കാനം എത്തി. അവിടെ എത്തിയപ്പോഴത്തേക്ക് ചില ഹോട്ടലുകളൊക്കെ അങ്ങ് അടച്ചു. അങ്ങനെ ഒരു ഹോട്ടൽ ഏതൊക്കെയും തുറന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി. ഭയങ്കര തലവേദന ആയതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് ഫുഡ് വരാൻ താമസിക്കുമെന്ന് പറയുമ്പോൾ ഞാനൊരു ചായ, നല്ല സ്ട്രോങ് ഒരു ചായ കുടിച്ചു. അപ്പോഴത്തേക്ക് ഫുഡ് വന്നു കേട്ടോ. എന്നിട്ട് അൽഫാം മന്തിയാണ് മെയിനും ഓർഡർ ചെയ്തത്. സന്ധ്യ ചേച്ചി നൂഡിൽസും മഹേഷേട്ടൻ ദോശയാണ്. ആ ഒരു ടൈം അതൊക്കെ അവിടെ ഉള്ളായിരുന്നു കേട്ടോ. അല്ലാതെ ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഒരു ശകലം ചോറ് മതിയെന്നൊക്കെ ഓർത്തിച്ച് കഞ്ഞിയായിട്ട് കുടിച്ചാൽ അത് മതി, അത്രയ്ക്ക് വിശം കിട്ടാണ് പോയത്. പക്ഷേ അപ്പം വേറെ ഫുഡൊന്നും അവിടെ ഒന്നും കിട്ടാനില്ലായിരുന്നു. പിന്നെ അവിടെ വലിയ ചൂടില്ലായിരുന്നു കേട്ടോ. കുട്ടിക്കാനം എത്തിയപ്പോഴത്തേക്ക് കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെ നമ്മുടെ ഇവിടുത്തെ ചൂട് അങ്ങോട്ടില്ല കേട്ടോ. പെരിയാറൊക്കെ പോകുമ്പോഴത്തേക്ക് പകൽ ചൂടുണ്ടായിരുന്നെങ്കിലും രാത്രിയിൽ വലിയ ചൂടൊന്നുമില്ല. നമുക്ക് പുറത്തൊക്കെ നല്ല നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറേ നേരം ആ പുറത്തൊക്കെ ഇറങ്ങി നിന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വണ്ടി കയറി. കാരണം ഉടനെ തന്നെ കയറി ഇനി ഛർദ്ദിക്കണ്ടല്ലോ എന്നൊക്കെ വെച്ചിട്ട് അവിടെ കുറേ നേരമൊക്കെ നിന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ തിരിച്ചൊരു 12-1 മണിയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ വീട്ടിൽ എത്തിയത്. എന്നാൽ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ തന്നെയുള്ളത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ, സീ യു.